കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. BLOമാർക്ക് വേതനം നൽകുന്നില്ലെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി NGO അസോസിയേഷൻ. 4 മാസത്തോളം SIR ജോലിയും സ്ലിപ്പ് വിതരണവും ബൂത്തിലെ ഇലക്ഷൻ ജോലികളും ചെയ്ത് ഇലക്ഷൻ പ്രക്രിയകൾ വിജയകരമാക്കാൻ കഠിനാധ്വാനം ചെയ്തവരാണ് BLOമാർ. ഇവർക്ക് വേതനം നൽകാതിരിക്കുന്ന നടപടികളിൽ NGO അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിൽ ഭൂരിപക്ഷം ആളുകളും കഴിഞ്ഞ കുറച്ച് 4-5 മാസങ്ങളായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BLO ഡ്യൂട്ടി നിർവഹിച്ചു വരികയാണ്. എല്ലാ ബൂത്തുകളിലും സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളടക്കം എല്ലാ ബൂത്തുകളിലെയും കൃത്യമായ വിവരശേഖരണങ്ങൾ നടത്തി, വോട്ടർമാരുടെ കൃത്യമായ വിവരശേഖരണം നടത്തി, അത് കൃത്യതയോടുകൂടി ആക്കി, അത് പ്രസിദ്ധീകരിച്ച് അത്രത്തോളം കഠിന പ്രയത്നം ചെയ്ത BLOമാർക്ക് നാളിതുവരെയായിട്ട് യാതൊരു ആനുകൂല്യങ്ങളും നൽകാതിരിക്കുന്നത് അത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പൂർത്തീകരിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ വിജയകരമായിട്ട് തന്നെ സ്റ്റേറ്റിൽ അത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോയി. പക്ഷേ അതിനുവേണ്ടി കഷ്ടപ്പെട്ട BLO എന്ന വിഭാഗത്തിന് ആ ജോലി ചെയ്ത് നിർവഹിച്ച ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം ഒരു രൂപ പോലും അനുവദിക്കാതെ അവർക്കത് നൽകാതിരിക്കുന്നത് അതിശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതാണ്. ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം NGO അസോസിയേഷന്റെ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി യോഗം അത് പ്രതിഷേധം ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യോഗം തീരുമാനിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് മിഥിലേഷ്, സംസ്ഥാന സെക്രട്ടറി C. വിഷ്ണുദാസ്, ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട്, ജില്ലാ സെക്രട്ടറി ഷബീർ അലി മുക്കട്ട, ജില്ലാ ട്രഷറർ ഹബീബ് തോണിക്കടവൻ, MS ശിവകുമാർ, ബ്രാഞ്ച് സെക്രട്ടറി PV ഷിഹാബുദ്ദീൻ, ബ്രാഞ്ച് ട്രഷറർ സഫറുള്ള, ഹനീഫ, ജിജി ജോസഫ്, CC സുനിൽ, P. ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.